ഹായ് ഹലോ ഫ്രണ്ട്സ്, സദ്യയിലെ അവിയലും സാമ്പാറും പോലെ തന്നെ ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവം തന്നെയാണല്ലോ ഓലൻ. ഓലൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യമേ തന്നെ ഒരു 5-6 മണിക്കൂർ നമുക്ക് വൻപയർ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഓലനിൽ സാധാരണയായിട്ട് കുമ്പളങ്ങ മാത്രമായിട്ടും മത്തങ്ങ മാത്രമായിട്ടും ഉണ്ടാക്കാറുണ്ട്. ഞാനിന്നത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് ഓലൻ വെക്കുന്നത്. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയ കുമ്പളങ്ങയും മത്തങ്ങയും ഇതുപോലെ നൈസാക്കി അരിഞ്ഞെടുക്കണം. നമ്മുടെ സദ്യയിൽ ഏറ്റവും എളുപ്പമുണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവം കൂടിയാണ് കേട്ടോ ഓലൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വൻപയർ ഒന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളവും അല്പം ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വൻപയർ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കുമ്പളങ്ങയും മത്തങ്ങയും 2 പച്ചമുളകും കൂടെ കീറിയിട്ടിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വൻപയറുമായിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കൊന്ന് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയം നമുക്കിതിലേക്കായിട്ടുള്ള തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞെടുക്കാം. അരമുറി തേങ്ങയുടെ പാല് ഞാൻ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തോന്ന് നോക്കാം. നമുക്ക് കഷ്ണങ്ങൾ അധികം വെന്തുടയാൻ പാടില്ല. ഒരു 2 മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ആകുന്നതേ ഉള്ളൂ. ഇതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പിഴിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കഷ്ണങ്ങളൊന്നും ഉടയാത്ത രീതിയിൽ പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ശേഷം അതിൻ്റെ മുകളിലായിട്ടൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.